ജിദ്ദയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജിദ്ദയിൽ എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ വലിയൊരു ആട്ടിൻ ചന്തയാണ്. ഇവിടുന്ന് ഏകദേശം കണ്ണെത്താ ദൂരത്തോളം പറന്നു കിടക്കുന്നത് ഈ ഒരു ചന്തയാണ്. ഇവിടെ റമളാൻ ആയതോടുകൂടി ഈ ചന്ത ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ആടുകളെ വാങ്ങാനും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ അതിനെ അറുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. എന്തായാലും ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ചന്തയുടെ കാഴ്ചകളാണ്. അതോടൊപ്പം കുറച്ച് വിശേഷങ്ങളും പറയും. സൗദിയിലെ തന്നെ ഏറ്റവും വലിയതും പ്രാധാന്യമേറിയതുമായ ചന്തകളിൽ ഒന്നാണിത്. ജിദ്ദയിലെ അൽ നഖീൽ പ്രദേശത്ത് നിലകൊള്ളുന്ന ഈ ചന്തയുടെ പേരാണ് സൂഖ് അൽ അൻആം. എന്നാൽ മലയാളികൾ ഇതിനെ വിളിക്കുന്നത് ആടലക എന്ന ചെല്ല പേരിലാണ്. വിവിധ ഇനങ്ങളിൽപ്പെട്ട ആടുകൾ, മാടുകൾ എന്നിവ ഇവിടെ സുലഭമാണ്. നൈമി, നജ്ദി, സവാക്കാനി, ബർബരി, ജമുനാപാരി, സിറിയ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട ആടുകൾക്കാണ് ആവശ്യക്കാരിൽ ഏറെയും. ആടുമാടുകൾക്കുള്ള തീറ്റയും ഇവിടെ പ്രത്യേകമായൊരുക്കിയ സ്റ്റാളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ വിലയിൽ ലേലത്തിലൂടെയും വിലപേശിയുമെല്ലാം ഇവിടെ നിന്നും കന്നുകാലികളെ സ്വന്തമാക്കാം. هذا ممكن 30 كيلو 1400 فوق 30 كيلو 1400 ريال 35 كيلو لحم صافي. بعدين بربري معلوم بربري هذا ممكن 650 600 700 15 16 كيلو. നൂറുകണക്കിന് കച്ചവടക്കാർക്കും അവരുടെ കന്നുകാലികൾക്കുമായി ഇവിടെ പ്രത്യേകം ഷെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ സർക്കാർ അംഗീകൃത കശാപ്പുശാലകളും സജീവമാണ്. മുനിസിപ്പാലിറ്റിയുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും പ്രത്യേക മേൽനോട്ടത്തിലാണ് ചന്തയുടെ പ്രവർത്തനങ്ങൾ. അതിരാവിലെയാണ് ഈ ചന്ത സജീവമാവുക. റമദാൻ കഴിഞ്ഞാലും വലിയ പെരുന്നാൾ വരെ സീസൺ തുടരുന്നതിനാൽ സജീവമായിരിക്കും ചന്തയും പരിസരങ്ങളും വരും ദിവസങ്ങളിലും. റമദാനാണ്, അതോടൊപ്പം ഈദ് വരുന്നു, ഇനി ഹജ്ജാണ് വലിയ പെരുന്നാൾ. ഈ സമയത്തൊക്കെ ഈ ഒരു ആടിൻ്റെ ആവശ്യം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരം ചന്തകളും സജീവമാകും. ഇത്തരം കാഴ്ചകളുമായി വീണ്ടും വരാം. ജിദ്ദയിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.